ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ അംഗം കൂടിയായ മനാഫ് നമുക്കൊപ്പം ചേരുന്നു. മനാഫ്, താങ്കളടക്കമുള്ളവർക്ക് ഇതിനകത്ത് ഭീഷണിയുണ്ട് എന്ന് കൂടിയാണ് കെ വി ബൈജു ഇതിനകത്ത് പറഞ്ഞു നിർത്തുന്നത്. ഇന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ലേ നിങ്ങളടക്കമുള്ളവർക്ക്? പോലീസ് എത്തിയതിനു ശേഷം അഭിഭാഷകരുടെ സാരഥ്യത്തിൽ ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നു, അതുണ്ടായിട്ടില്ല. പോലീസ് എന്തുകൊണ്ടാണ് ഇത് അറിയിപ്പ് പോലും ഇല്ലാതെ അത് ക്യാൻസലാക്കിയത് എന്നുള്ള വിശദീകരണവും നൽകിയിട്ടില്ല? പ്രത്യേക അന്വേഷണ സംഘം വന്നിട്ട് പോലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണോ? ഒരു മണിക്കൂറോളം ഈ ശുചീകരണ തൊഴിലാളിനായിട്ട് അവിടെ വക്കീല് മറ്റുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ സൗജന്യ കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നമ്മളെ പ്രവർത്തകരും എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇത് ഇന്ത്യയിൽ തന്നെ അല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കണെന്നുള്ള ഒരു ഇത്രയും പ്രമാദമായ ഒരു കേസ്, അതിന്റെ സാക്ഷിയായിട്ട് ഇതാ ഒരാള് പുറത്ത് വന്നിട്ട് പറയാണ്, പിന്നെ ഞാൻ എടുത്തു തരാം, ഞാനാണ് കുഴിച്ചിട്ടത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ ഭരണകൂടം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനൊരു ഉത്തരം വേണമല്ലോ. ദിവസങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 3 കൊടുത്ത കേസാണ്. ഇപ്പോഴും ഇതിനൊരു തീരുമാനമായില്ലേ? ഏറ്റവും ചെറിയ ഒരു കേസിന് വരെ കാണിക്കുന്ന ഇത് പോലും ഈ ഇത്ര വലിയൊരു ഭീകരമായ ഈ കേസിന് പരിഗണന ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും വരുന്ന ആളിലെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിരന്തരമായിട്ട് നമ്മള് ഈ വിഷയമായിട്ട് പോകും. എന്തായാലും ഒരു കാര്യത്തിൽ തീർച്ചയാണ്, ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണൊക്കെ അവിടുന്ന് മാന്തും. അതിന്ന് എടുക്കണ ശവങ്ങൾക്ക്, അതായത് മൃതദേഹങ്ങൾക്ക് ഒരു ഉത്തരം ഈ ഭരണകൂടം നൽകേണ്ടി വരും. മനാഫ്, പോലീസ് സുരക്ഷ ഉറപ്പു പറഞ്ഞിരുന്നു. ഇത്രയും വലിയ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി, ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പോലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവങ്ങളില്ലേ? ഈ പോലീസ് സുരക്ഷ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇയാൾ എവിടെയാണെന്ന് അറിയുകയില്ല, അഭിഭാഷകരുടെ കൂടെയാണ് എന്ന് പറയുന്നു. അങ്ങനെ പോലീസ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലേക്ക് പോലീസ് ഈ കടക്കുന്ന കാര്യങ്ങൾ, അത് ഒരു പക്ഷേ ഈ കേസിന്റെ മുനെ തന്നെ ഒടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കും. എങ്ങനെ കാണുന്നു അതിനെ? ഇന്ന് നിങ്ങളിപ്പോ ഒരു വീഡിയോ കണ്ടില്ലേ? ഒരു വീഡിയോയിലുള്ളതാണ്. യഥാർത്ഥത്തിൽ അയാള് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളെ ഞാൻ തന്നെ അവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്നാ. അത്രയും പ്രമാദമായ ഒരു കേസിന്റെ ഒരു ആളെ കൊണ്ടുവന്നത് ഒരു കാറിൽ, ഒരു സുരക്ഷതയും ഇല്ലാതെ. ആ കാറിന്റെ പിന്നിൽ വന്നിട്ട് ഒരു വാഹനം ഇടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ ഇതിൽ. അത്ര ഒരു സുരക്ഷയില്ല. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇന്ന് വന്ന ഭീഷണി, എന്താ പറയാ, ധർമ്മസ്ഥലയിൽ കാല് കുത്തൂല എന്നാ പറയുന്നത്. അപ്പൊ ഈ ഭീഷണികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അവസാനം ഇതിന്റെ ഏകദേശം ഈ കേസിന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എവിടെ വന്ന ഭീഷണിയാണ് അത്? മനാഫ്, അത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഭീഷണി? ആദ്യമായിട്ടാണോ? അല്ലല്ലോ. എനിക്ക് ആദ്യമായിട്ടാണ്. എനിക്ക് ഈ കാര്യത്തിൽ അത്ഭുതം തോന്നുന്നത്, എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി ഈ കർണാടകക്കാരന്? അതുപോലെ തന്നെ ഞങ്ങൾ ഇതപ്പോ അന്വേഷണത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തില്. നിങ്ങളെ റിപ്പോർട്ടർ എന്താ പറയാ, റിപ്പോർട്ടർ ബൈജുവേട്ടനും ഇതില് പ്രയാസപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് അടുത്തേക്ക് എത്തി. ഈ വിഷയം നമുക്ക് അധികം ദൂരമില്ല, തീർക്കാവുന്നതേ ഉള്ളൂ. ഈ അന്വേഷണ സംഘം എന്താണ് ചെയ്യുന്നത്? ഈ പ്രത്യേക അന്വേഷണ സംഘമുണ്ട്, പക്ഷെ പോലീസിന്റെ സുരക്ഷയില്ല. പോലീസ് ഇന്നത്തെ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അന്വേഷണ സംഘം, നേരത്തെ ഞാൻ ബൈജുനോട് ചോദിച്ചു, അന്വേഷണ സംഘത്തിന്റെ ഓപ്പറേഷൻ പിന്നെ എന്താണ്? ഒരു പേരിന് ഒരു അന്വേഷണ സംഘമുണ്ട് എന്ന് മാത്രമാണോ? കർണാടകയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന SP ആണ് ഈ കേസിന്റെ തലപ്പത്തുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ 100% വിശ്വാസത്തിൽ എടുത്തിട്ട് നമ്മള് അദ്ദേഹത്തിന്റെ മുകളിലുള്ള വിശ്വാസ പ്രകാരമാണ് പല ആളുകളും ഈ രംഗത്തുള്ളത്. ഇതുപോലെ തന്നെ ഇതിൽ തന്നെ ഒരു വെളിപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പല ആളുകളും ഈ ഒരു ന്യൂസ് 18-ന്റെയും മറ്റുള്ള 24 ന്യൂസിന്റെയും ഒക്കെ ഈ ഒരു 2 ചാനലെ ആകെ ഈ കേരളത്തിൽ സജീവമായിട്ട് ഈ വിഷയം ഏറ്റെടുക്കുന്നുള്ളൂ. ഇതിന്റെ ഫലമായിട്ട് ഇന്ന് ഒരു ഫാമിലി എന്നെ വിളിച്ചിരുന്നു, ഒരു കൂട്ടര്. അപ്പൊ എന്താ പറഞ്ഞാൽ അവർക്ക് ഇത് തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നില്ല, ഭയാണ്. അവരെ സ്വന്തം ആള്
കൊല ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെ മനാഫ്, അത് ഒരുപാട് കേരളത്തിൽ നിന്നാണോ? കേരളത്തിൽ നിന്നുള്ള ഫാമിലിയാണോ വിളിച്ചത്? അതെ 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 മലയാളി ഉം, ഫാമിലി. ഉം. മലയാളി ഫാമിലിയാണ്. എന്ന് അത് വരും ദിവസങ്ങളിൽ അതൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന്റെ പിന്നില് അവര് പറഞ്ഞു മനസ്സിലാക്കണം. പല ആളുകളും ഭയാണ്. കാരണം അവര് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മനാഫ്, ഈ ഒരു ഒറ്റ കാര്യം, ഒരു മലയാളി കുടുംബം വിളിച്ചിരിക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ് പറയണ്ട. പക്ഷേ അവരുടെ കുടുംബാംഗം കാണാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പരാതിയായിട്ട് മുന്നോട്ട് പോകണം. അത് എന്തുകൊണ്ടാണ് അവർ ഭയക്കുന്നത്? അവർ നേരത്തെ വ്യക്തിപരമായിട്ട് അന്വേഷിച്ചപ്പോൾ നേരത്തെ ഈ സുജാത ഭട്ടിനൊക്കെ ഉണ്ടായതുപോലെയുള്ള പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണോ? അതെ, സുജാത ഭട്ടനെ ഇപ്പം തന്നെ ആലോചിക്കുക. അവരുടെ പ്രായം എത്ര നല്ല പ്രായമുള്ള ഒരു അമ്മ ആണ് അത്. അവര് ഇപ്പോഴാണ് അതിന് ധൈര്യപ്പെട്ടിട്ട് എന്താണ് പല ആളുകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇതിന് മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിൽ എന്താണ് എനിക്ക് അല്ല, അത്ഭുതം ഈ തോന്നുന്നത്. പറഞ്ഞ ഫാമിലിക്കും ഈ ഭീഷണി ഉണ്ടായോ? മനാഫിനെ വിളിച്ചു പറഞ്ഞവർക്കും അതേ ഭീഷണി ഉണ്ടായോ അന്വേഷിച്ച് ആ, ധർമ്മസ്ഥലയിൽ പോയപ്പോൾ? അതിന്റെ അതിന്റെ കഥ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ധർമ്മസ്ഥല ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം, മനാഫ് പറയൂ. ആ, ആ, ധർമ്മസ്ഥലയിൽ വെച്ചിട്ടുള്ള ഒരു ശത്രുതയിന് കാരണം ഒരു അധ്യാപക ഫാമിലിയാണത്. അവര് കാസർഗോഡ് വന്നിട്ട് പിന്നീട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാസർഗോഡ് നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ധർമ്മസ്ഥലയിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടതാണ്. ആ കേസ് വരുന്ന ആളുകളിൽ അവരോട് സംസാരിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് ഇനിയും ഫാമിലി അവരുടെ കുട്ടികളെ ഭാവി കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് അവർ പിന്നോട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഭയം കാരണം മുന്നോട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരണം. ഇവർക്ക് ന്യൂസ് 18 ആയിക്കോട്ടെ, എന്നെ ആയിക്കോട്ടെ, മറ്റുള്ള ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഈ കാര്യങ്ങൾ ഹലോ, മനാഫ്, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, പക്ഷെ പറഞ്ഞോളൂ, കേൾക്കാം. ഈ കാസർഗോഡ് നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് സ്ത്രീയാണോ? സ്ത്രീ തന്നെയാണോ ഈ കൊലപാതകം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്? അല്ല, പുരുഷനാ. ശരി. ഞാൻ അതിന്റെ രണ്ട് ചെറിയ വിഷയമുണ്ട്, ഞാൻ മനാഫിലേക്ക് എത്താം. അതിനു മുൻപ് ഞാൻ ജയന്തിലേക്ക് കൂടി